ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ദൈവത്തോടുള്ള സംഭാഷണം. പ്രാർത്ഥന ഒരു സംഭാഷണം മാത്രമല്ല, ഒരു ചടങ്ങുമല്ല. അത് ജീവനുള്ള ദൈവത്തോടുള്ള എൻ്റെ സ്നേഹമാണ്, എൻ്റെ സംസാരമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ കേൾക്കുന്ന ഒരു കർത്താവ്, നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കർത്താവ്, നമ്മൾ നിശബ്ദരാകുമ്പോഴും നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പിതാവ്. ആ പിതാവിനോടുള്ള സ്നേഹം, ആ സംഭാഷണം, അതാണ് നമ്മുടെ പ്രാർത്ഥന. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരം നൽകും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവ്, അവൻ വാക്ക് മാറുന്നവനല്ല. ആ ദൈവത്തിനോടാണ് ഞാൻ യാചിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി ഈ പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന തമ്പുരാനെ നമുക്കൊരു നിമിഷം പാടി ആരാധിക്കാം. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം നൽകുന്ന എൻ്റെ കർത്താവ്. ഇന്ന് നാം ആരാധിക്കുന്നത് വാഗ്ദാനം നൽകുകയും അത് നിറവേറ്റുകയും ചെയ്യുന്ന ദൈവത്തെയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം ചോദിക്കുമ്പോൾ കേൾക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം. നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അവ സ്വർഗത്തിലെ സിംഹാസനത്തിലേക്കാണ് എത്തുന്നത്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ആ ഒരു വിശ്വാസത്തോടുകൂടി ദൈവത്തെ നമുക്ക് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഒരിക്കലും നീക്കം വരാത്ത കർത്താവിനോടാണ് ഞാൻ യാചിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മനുഷ്യരുടെ വാക്കുകളെ പോലെയല്ല. സാഹചര്യങ്ങൾ മാറിയാലും കാലം മാറിയാലും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് ഒരിക്കലും മാറ്റമില്ല. ആ ഉറച്ച ബോധ്യത്തോടുകൂടി കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. എൻ്റെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് പുത്രൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു, അവിടുന്ന് എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകും. ആ വിശ്വാസത്തോടെ കർത്താവിനെ പാടി ആരാധിക്കാം. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ.
ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മാറപ്പെടുന്നതല്ല. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ആഴത്തിലുള്ള ദാഹം ലോകകാര്യങ്ങൾ കൊണ്ട് നിറയുന്നതല്ല, ദൈവവചനം കൊണ്ട് നിറയുന്നതാണ്. വചനം ജീവനും പ്രകാശവുമാകുന്നു. ആത്മാവ് ദാഹിക്കുന്നത് ഭക്ഷണത്തിനല്ല, ദൈവത്തിൻ്റെ വചനത്തിനാണ്. വചനമില്ലാത്ത ആത്മാവ് ദുർബലമാകും, വചനമുള്ള ആത്മാവോ ശക്തിപ്പെടും. അതുകൊണ്ട് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ഹൃദയം നിന്റെ വചനത്താൽ നിറയ്ക്കണമേ. നിന്റെ വചനമുള്ള ഒരു ഹൃദയമാക്കി ഞങ്ങളുടെ മാറ്റണമേ. ദൈവം തൻ്റെ മക്കൾക്ക് വെറും അനുഗ്രഹങ്ങൾ മാത്രം നൽകുന്നവനല്ല, ആത്മീയ വരങ്ങളാൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഓരോ വിശ്വാസിക്കും ദൈവം പ്രത്യേക വരങ്ങൾ നൽകുന്നു. വിശ്വാസം, സ്നേഹം, ശുശ്രൂഷ, സേവനം, പ്രാർത്ഥനാശക്തി, ഇവയെല്ലാം കർത്താവിൻ്റെ ദാനങ്ങളാണ്. ആ ഒരു വലിയ ബോധത്തോടുകൂടി വചനം എൻ്റെ ആത്മാവിൻ്റെ ദാഹം തീർക്കുവാനായിട്ട് ദൈവമേ, ഈ ദാസരിലേക്ക് നീ വരമരുളണം. നിന്റെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ പുഷ്ടിപ്പെടുത്തണം. നിന്റെ വചനത്തിൽ നിറഞ്ഞ് നിന്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ജ്വലിച്ച് നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നാഥ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പേരുകളിൽ നമ്മൾ ചേർന്ന് പാടാം. വചനമെന്ന ആത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ പരമധികം. വചനമെന്ന ആത്മാവിൽ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ പരമധികം. പകരുക ആത്മാവിൽ തിരുശക്തിയാ നിറയുവാൻ നെഞ്ചകങ്ങൾ. പകരുക ആത്മാവിൽ തിരുശക്തിയാ നിറയുവാൻ നെഞ്ചകങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവേ, ഞങ്ങളെ ഉപയോഗിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ നിന്റെ വരങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് പകരണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനെ നിന്റെ വചനത്തോടെ നിറയ്ക്കണമേ. നിന്റെ ജനങ്ങളിൽ ആത്മീയ വരങ്ങൾ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞങ്ങളെ നിറയ്ക്കണമെന്നാണ് അനുഗ്രഹിക്കുന്ന കർത്താവേ. എല്ലാ മഹത്വവും നിനക്ക്. ആമേൻ.